ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നോമ്പിൻ്റെ 27ാമത്തെ ദിവസവും ഞാൻ ഇന്ന് മുട്ടായി തെരുവിലുള്ളത്. അപ്പോൾ നമ്മൾ റംസാൻ്റെ ഒരു തിരക്കും പെരുന്നാളിൻ്റെ തിരക്കും നമ്മൾ കാണാൻ പോണത്. അപ്പോൾ നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇവിടെ കേരള പോലീസ് വരെ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. എന്താ പേരെന്താ? ശ്രീകാന്ത്. ഓക്കെ. മഫിൻ. ശ്രീജിത്ത്. ഓക്കെ. എത്ര വർഷമായി കേരള പോലീസ് വർക്ക് ചെയ്യുന്നു? 2 വർഷത്തോളം. ഓക്കെ. സാറ്റിസ്ഫൈഡ് ആണ്? ഓക്കെ. അപ്പോൾ ഈ PSC ഒക്കെ എഴുതിയാൽ പെട്ടെന്ന് കിട്ടും? കഷ്ടപ്പാടുണ്ട്, കുറേ റിസ്ക് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഒരു ഹായ് പറഞ്ഞോളൂ. ഓക്കെ ബ്രോ, ഒരു ഹായ് പറഞ്ഞോളൂ. ഓക്കെ. ഹാപ്പി അല്ലേ? ഓക്കെ. റംസാൻ മുബാറക്. ഓക്കെ. കേരള പോലീസ് ഓക്കെ അല്ലേ? ഇവിടെ എന്തൊക്കെ പ്രശ്നമെങ്കിലും ഓക്കെ ആയിരിക്കും. ഓക്കെ. അപ്പോൾ കേരള പോലീസിന്റെ ഭാഗത്തുനിന്ന് ഓക്കെയാണ് ഗൈസ്. SM സ്ട്രീറ്റിൽ എന്തൊക്കെയാണ്? SM സ്ട്രീറ്റിൽ അതിമനോഹരമായ കച്ചവടം നടക്കുന്നത്. റംസാൻ പ്രമാണിച്ചിട്ട് വയ്യോര കച്ചവടക്കാർക്കും കടകൾക്കും മോശമില്ലാത്ത കച്ചവടം നടക്കുന്നുണ്ട് ഈ സമയത്ത്. വൈകിയ വേള അതാണ് ഇത്രയും തിരക്കും കാര്യങ്ങളും. ഓക്കെ. ഈ ചൂടിനെ കുറിച്ച് ഈ സ്ട്രീറ്റിന് ഒരു പ്രൗഢി ഉണ്ട്, പഴയകാല പ്രൗഢി. ആ പ്രൗഢി നിലനിർത്തിക്കൊണ്ടാണ് ഈ സ്ട്രീറ്റിലേക്ക് ആളുകൾ വരുന്നത്. ഉള്ളവനുക്കും ഇല്ലാത്തവനുക്കും ഏറ്റവും ദരിദ്രനായ ആളുകൾക്കും ഒരുപോലെ പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു തെരുവാണ് SM സ്ട്രീറ്റ്. ഓക്കെ. അപ്പൊ അങ്ങനെ ഇവിടുത്തെ തിരക്ക് ഇങ്ങനെ കൂടിക്കൊണ്ട് നിൽക്കുക. ഇതിനൊരു അവസാനം ഇല്ല. എവിടുന്നൊക്കെ ഉള്ള ജനങ്ങൾ. ഹായ് ബ്രോ, എവിടുന്ന വരുന്ന നിങ്ങള്? വീട്ടിൽ നിന്നോ? എങ്ങനെയുണ്ട്? ഡ്രസ്സൊക്കെ കിട്ടിയോ? എടുക്കണോ? ഓക്കെ. എവിടുന്നൊക്കെ ഡ്രസ്സ് എടുക്കുന്നത്? ഓക്കെ. നമ്മൾ ഒരു വീഡിയോയിൽ ഒരു X2 എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, പിന്നെ കുറേ ഒരുപാട് ബ്രാൻഡ് ഉണ്ട്. അപ്പോൾ എൻ്റെ വ്ളോഗ് കണ്ടാലേ നിങ്ങൾക്ക് വിശദമായി മനസ്സിലാവുള്ളൂ. ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരായി പറഞ്ഞോ. ഓക്കെ. അപ്പോൾ ഹാപ്പി അല്ലേ? ഓക്കെ. ഓക്കെ. പേരെന്താ? അവന്തിക. എന്താ ചെയ്യുന്നത്? ഓക്കെ. അപ്പോൾ യൂട്യൂബിൽ വെച്ച് കാണാം, അനസ് വ്ളോഗ് 21. ഓക്കെ. ന്യൂസ് ചാനലിലെ ടീമൊക്കെ വരുന്നുണ്ട്. ഏതാ ന്യൂസ്? ആണല്ലേ? ഓക്കെ. ആണല്ലേ? ഓക്കെ. ആണല്ലേ? ഓക്കെ. എങ്ങനെയുണ്ട്? നല്ല ജന പിന്നെ സാധനങ്ങൾ കുറവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. നല്ല ഒഴുക്കാണ്. അതായത് വിഷുവും പെരുന്നാളൊക്കെ ആണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ നല്ലൊരു ഓളം തന്നെ ഉണ്ട്. ഫാമിലി ആയിട്ടൊക്കെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മിഠായി തെരുവിന്റെ ആ ഒരു എന്താ പറയുക ജനസാഗരം, ആ നല്ലൊരു വൈബാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ പേര് അനസ് വ്ളോഗ് 21. പൊളിയാണ് ഓരോ ഒരു പോക്ക് അങ്ങോട്ട് പോകേണ്ടത്, മാസ് പോക്ക്. അതൊക്കെ നമ്മളെ കഥ അങ്ങനെയാണ്. ഓക്കെ. അപ്പൊ നിങ്ങള് പൊളിക്ക്. ഓക്കെ ഗൈസ്, നമ്മള് പ്രിയപ്പെട്ട നമ്മള് ഷോപ്പിൽ ഒന്നുകൂടി കയറി നോക്കാം. ഇന്ന് നമ്മൾ പെരുന്നാളിൻ്റെ ഒരു ക്രൗഡാണ് നിങ്ങൾ ബാക്ക് കാണുന്നത്. എല്ലാവരും ഡ്രസ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിന്ന് മുട്ടായി തെരുവിലുള്ളത്. അപ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം എല്ലാവരോടും. എങ്ങനെയുണ്ട് ബ്രോ? അടിപൊളിയാ? ഓക്കെ. എടുത്തോ? എടുത്ത്. എവിടുന്ന സ്ഥലം? താന്നൂര്. ഓക്കെ. അവിടേക്ക് ഒരു ആയി പറഞ്ഞോ. ഓക്കെ. അപ്പോൾ വൻ കളക്ഷൻസ് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ എപ്പോഴാണ് മടക്കി വെക്കുക? ഓക്കെ. ഹാപ്പി അല്ലേ? ഓക്കെ. അപ്പോൾ ഹാപ്പി. ഓക്കെ. അപ്പോൾ ഓക്കെ അല്ലേ? സാധനം വരും. ഓക്കെ. ഇപ്പം തന്നെ ഓൾറെഡി ഇവിടെ ഫിറ്റാണ് സാധനങ്ങൾ. അതാ ഇവിടെ ഒരാൾ മാസ്ക് ഒക്കെ ഇട്ടിട്ട് ഫാൻ. ഇത് നമ്മുടെ ഷോപ്പിന്റെ മെയിൻ ആള് മുതലാളി ആശിംക മുതലാളി. എങ്ങനെയുണ്ട് മുതലാളി കാര്യങ്ങളൊക്കെ? റാത്ത് തന്നെ. ഹലോ, എങ്ങനെയുണ്ട്? നല്ല തന്നെ. ഓക്കെ. അപ്പൊ എങ്ങനെയൊക്കെ ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ഒരുപാടുണ്ട്. ഓക്കെ. അപ്പോൾ ഹാപ്പിയാണ്? എല്ലാ കസ്റ്റമറും ഹാപ്പിയാണ്? ഡിസ്കൗണ്ട് കൊടുക്കണ്ടോ? കൊടുക്കില്ലേ? ഉറപ്പല്ലേ? ഏകദേശം ജീൻസ് ഒക്കെ എത്ര റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഓക്കെ. ഷർട്ട് ആണെങ്കിലോ? 350. മുകളിലോട്ടുണ്ടോ? മോഡല് കാണണോ? ഇതൊക്കെ 350 റുപ്യന്റെ സാധനം ഇപ്പൊ നിങ്ങൾ കാണുന്നത്. അത് US പോളോ ആണല്ലേ ഗൈസ്? ഒക്കെ ഇതിന്റെ അടിയിൽ. ഞങ്ങൾ വന്നാലേ ഒരു മര്യാദയ്ക്ക് ഇവിടുന്ന് കാണുള്ളൂ അല്ലേ? ആണല്ലേ? ഓക്കെ. ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാ അവിടെ. അപ്പോൾ എങ്ങനെയൊക്കെ ഉണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ? ഇവിടെ അടിപൊളിയാണ്. പെരുന്നാൾ നിങ്ങൾ കൊണ്ടോ? അപാര സെലക്ഷനാ വന്നത്. ഫുള്ള് അപ്ഡേറ്റ് സാധനങ്ങൾ. ഏതാ മൂഡ് ഗൈസ്? അപ്പോൾ റേറ്റ് ഒക്കെ? 350 സ്റ്റാർട്ടിങ്. ഓക്കെ. ഈ കളക്ഷൻസ് മൊത്തം നല്ല ഓഫറും കാര്യങ്ങളും ആണ്. ഓക്കെ. അപ്പോൾ അടിപൊളിയാണ്. കസ്റ്റമർ ഹാപ്പി ആവും. കസ്റ്റമർ നമ്മൾ അന്വേഷിച്ച് വരാണ്. ഓക്കെ. ഷോപ്പിന്റെ പേരാണ് X2 ബ്രാൻഡ് സ്റ്റോർ. ഓക്കെ. X2 ബ്രാൻഡ് സ്റ്റോർ. നിങ്ങളുടെ പേര്? എൻ്റെ പേര് ഫർഷാദ്. ഓക്കെ. അപ്പോൾ രായി പറഞ്ഞോളൂ. ഓക്കെ. റംസാൻ മുബാറക്. ഓക്കെ. അപ്പോൾ എല്ലാവരും ഹാപ്പി അല്ലേ? ഓക്കെ അല്ലേ?
ഓക്കെ ഗൈസ് എല്ലാവരും ഇവിടെ തിങ്ങി നിറയാണ്, എടുത്തുകൊണ്ടിരിക്കുക ഡ്രസ്സ്. ഓക്കെ, ഇതൊക്കെ ഇവിടുത്തെ പണി, ഇവിടുത്തെ സ്റ്റാഫ് പറയാനുള്ളത് സ്റ്റാഫാണ് നമ്മളെ വിജയം. ഓക്കെ, അപ്പോൾ എങ്ങനെ ഒരു പണി എടുക്കുന്നുണ്ടോ? തീർച്ചയായും ഒരു പണിത്തിനാണ് ഈ കണ്ട കച്ചവടം നടക്കുന്നത്. ആണല്ലേ? ഓക്കെ, ഏറ്റവും വലിയ വിജയം ആണല്ലേ? ഇതിൽ ഏറ്റവും അടിപൊളി സ്റ്റാഫ് ഏതാ? അടിപൊളി സ്റ്റാഫ് ഞാൻ നിങ്ങൾ തന്നെ? ഓക്കെ, ഓണറും ഞാൻ തന്നെ ആണല്ലേ? ഓക്കെ, എന്നാൽ കണ്ടതിൽ വളരെ സന്തോഷം. ഓക്കെ ഗൈസ്, വൻ തിരക്കും കാര്യങ്ങളും. ജനങ്ങൾ ഈ പെരുന്നാളിൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് എവിടുന്നൊക്കെയോ ആൾക്കാർ വരുന്നുണ്ട്. പല ഈ 14 ഈ കോഴിക്കോട് ജില്ലയിലുള്ളവർ മൊത്തം വരുന്ന ഒരു സ്ട്രീറ്റാണ്. എവിടുന്നൊക്കെ ഉള്ള ജനങ്ങൾ വന്ന് തിങ്ങി നിറയുന്ന ഒരു സ്ട്രീറ്റാണ്. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ ഞാനിന്ന് നോമ്പിൻ്റെ 27ാമത്തെ ദിവസം ഒന്ന് ഇവിടുത്തെ ഈ തിക്കും തിരക്കും ഒന്ന് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വ്ളോഗ് എടുക്കുന്നത്. ഇതിലൊന്ന് കണ്ടു നോക്കി നിങ്ങൾ ഇവിടുത്തെ തിരക്ക്. ഫുള്ള് തിരക്ക്, ഇവിടെ മൊത്തം തിരക്ക് വിഷയമാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഫുള്ള് തിരക്കാണ് ഇവിടെ. തിരക്കെന്ന് വെച്ചാൽ ഫുള്ള് തിരക്ക്. ഈ തിരക്കിൻ്റെ ഇടയിലാണ് ഞാൻ വ്ളോഗ് എടുക്കുന്നത്. എനിക്ക് നടക്കാൻ പോലും സ്ഥലമില്ല, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആ, ഏതാണ്? യൂട്യൂബിൽ കാണാറുണ്ട്. ആണ്? ഓക്കെ, അപ്പോൾ ഫാനാണ്? ഫാനാണ്. ഓക്കെ, എങ്ങനെയുണ്ട് SM സ്ട്രീറ്റിന്റെ തിരക്കും കാര്യങ്ങളും? നല്ല തിരക്കാണ്, സീസൺ ആണല്ലേ, നല്ല ചൂടാണ്. ഓക്കെ ആണ്, ഹാപ്പിയാണ്. ഓക്കെ, എന്നാൽ റംസാൻ മുബാറക്ക്. ഓക്കെ, ഒരായി പറഞ്ഞോളൂ. ഓക്കെ ഗൈസ്, അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പോവാണ്. അപ്പോൾ ഒരുപാട് ഇതാ ഇവിടുന്ന് ഇപ്പോഴും കറക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ എപ്പോഴാണ് തീരാന്ന് പോലും എനിക്കറിയില്ല. ഞാനിന്ന് ആ തല വരെ നടക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ തിക്കും തിരക്കുമാണ്. ഇപ്പം നോമ്പിൻ്റെ 27ാമത്തെ ദിവസം നമ്മളിന്ന് SM സ്ട്രീറ്റിലുള്ളത് ഗായ്സ്. ഇന്ന് ഫുള്ള് തിരക്ക്. എൻ്റെ മോനെ, എങ്ങനത്തെ തിരക്ക് കാണണമെങ്കിൽ ഈ കോഴിക്കോടുള്ള മുട്ടായി തെരുവിക്ക് വന്നാലേ മര്യാദയ്ക്ക് ഈ തിരക്കിൻ്റെ ഒരു വിഷ്വൽ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. ഞാനാണ് വ്ളോഗ് കഷ്ടപ്പെട്ടിട്ട് എടുക്കുന്നത്. അപ്പോൾ ഗായ്സ്, ഇങ്ങനെ ആ തല വരെ പോവാണ്. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ വ്ളോഗ് എടുത്ത് പോകുമ്പോൾ ഒരുപാട് ആൾക്കാരിങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മൾ അറിയുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മളെ ഫാൻസാണ്. അപ്പോൾ യൂട്യൂബ് ചാനലിൽ അനസ് വ്ളോഗ് 21 മാത്രമേ ഇങ്ങനത്തെ ഒരു വ്ളോഗ് ഈ സ്ട്രീറ്റിൽ വന്നിട്ട് എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഒരുപാട് കൂട്ടുകാരും കുറേ ബന്ധങ്ങളും കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ ഗൈസ്. ഇങ്ങനെ തിങ്ങി നിറയാണ് ഇവിടെ. ഒരുപാട് ജനങ്ങൾ വന്നിട്ട് ഇവിടെ. ഇനി നമ്മളൊരു പ്രിയപ്പെട്ട ചെങ്ങായിൻ്റെ ഷോപ്പാണ് അത്. അവിടെ നിന്ന് കയറി വെക്കാം. ചെക്കൻ നെട്ടിപ്പോയി. അത് ഹാപ്പി അല്ലേ? ഓക്കെ ഗൈസ്, നമ്മളെ പ്രിയപ്പെട്ട ഷോപ്പാണിത്. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വരണം. ഇനി നമ്മളിങ്ങനെ പോവാ, ആ തലവരെ നടക്കാൻ പോവാ. എന്താന്ന് വെച്ചാൽ ഇന്ന് പെരുന്നാളോ ഇത് ഒക്കെപ്പാടെ വരികയാണ്. ഇനിയിപ്പോൾ ഈ പെരുന്നാൾ കഴിഞ്ഞാൽ എന്തോ ഒരു വിഷു എന്ന് പറഞ്ഞ സാധനം കയറി വരുന്നുണ്ട്. അപ്പോൾ വിഷു വന്നു കഴിഞ്ഞാൽ മൊത്തം ഇവിടെ പടക്കം പൊട്ടലും ഭയങ്കര സീനായിരിക്കും. അങ്ങനത്തെ ഒരു സ്ട്രീറ്റാണ്. അപ്പോൾ ഫുള്ള് വിഷയമാണ്. ഒരു തിങ്ങി നിറയാണ് ഇവിടെ SM സ്ട്രീറ്റ്. അതിനനുസരിച്ച് അങ്ങനത്തെ ഒരു പ്രിയപ്പെട്ട നമ്മളെ കാലിക്കറ്റ് SM സ്ട്രീറ്റാണ് കാണുന്നത്. ഇത് പെരുന്നാളിൻ്റെ തിരക്കാണ്. എല്ലാ ജനങ്ങൾക്കും വൻ വിലക്കുറവിൽ ഇവിടെ വന്നിട്ട് ഈ സാധനം എടുത്ത് പോവാം. നമ്മൾ പുറത്തുനിന്ന് ഇപ്പോൾ വലിയ വലിയ സാധനങ്ങൾ എടുത്തിട്ട് വെറുതെ മൊയന്തായി പോകണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഇവിടേക്ക് വന്നാൽ നല്ല ഡിസ്കൗണ്ട് കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഈ എത്രയോ ജനങ്ങൾ ഇവിടേക്ക് വന്നിട്ട് തിങ്ങി നിറയുന്നത്. അതാണ് ഈ ഒരു ക്രൗഡ് വരാൻ കാരണം. അത്രയും ജനങ്ങൾ വരാൻ കാരണം അത്രയും ജനങ്ങൾ വരാൻ കാരണം അത്രയും ഡിസ്കൗണ്ടാണ് ഇവിടെ. അത്രയും ഡിസ്കൗണ്ടാണ്. ഓക്കെ ഗൈസ്, ഇവര് ഭയങ്കര കോമഡിക്കാരനാണ്. നമ്മളിവിടെ ഇവിടെ പണ്ട് ഇവിടെ ഗവൺമെന്റ് ഒന്നായിട്ട് ഇത് കാല് കണ്ടില്ലേ, ഇവിടെ ഒന്നായിട്ട് ഇത് വെറൈറ്റി ആക്കാനുള്ള ഒരു പരിപാടി ഉണ്ട്. അത് ആകെ പ്രശ്നമായിട്ട് ഒഴിവായി പോയതാ. മറ്റേ മഴ പെയ്താൽ വരെ ഇവിടെ വെള്ളം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടെ വൻ ചൂടും കാര്യങ്ങളും. ഇവിടെ എന്തായാലും കൂടി ഒരു ഷീറ്റ് കൊടുക്കണം. എന്താണ് ഇവിടെ ക്ഷീണിച്ചിരിക്കുന്നു. ക്ഷീണമൊന്നുമില്ല, ഹാപ്പിയാണ്. കസ്റ്റമർക്ക് എങ്ങനെ വരുന്നത്? ഓക്കെ, ഈ ഇന്നത്തെ തിരക്ക് എങ്ങനെ ഉണ്ട്? കുഴപ്പമില്ല. ഈ നോമ്പിന്റെ 27ാമത്തെ ദിവസമാണല്ലോ. അപ്പൊ ഇന്നലൊക്കെ എങ്ങനെയാ തിരക്കുണ്ടേനോ? ഇന്നലെ പിന്നെ ഒരു 10-12 മണി വരെ തിരക്കുണ്ടേനോ? പിന്നെ പള്ളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. ഓക്കെ, 26 ഓക്കെ, അപ്പൊ ഒരായി പറഞ്ഞോളൂ. ഓക്കെ, റംസാൻ മുബാറക് ആണ്. അപ്പൊ അടിയിലുള്ള മോശമാണെന്ന് പറയുന്നത്. സ്മോളിലാണ് അടിപൊളി എന്ന് പറയുന്നത്. ഇതാണ് മുകളിലുള്ള ടീം. ഓക്കെ, അവിടെ
ഗൈസ് ഇതാണ് നമ്മളെ കൂടെ പഠിച്ച ഇസാന്. ഓക്കെ ആ ഇസാനെ കുറിച്ച് 2 വാക്ക് എങ്ങനെ? നല്ല മോനാണ്. ആ ഓക്കെ നോക്കൂ. ഓക്കെ എന്നാ ഞാൻ പോട്ടെ. ഓക്കെ എങ്ങനെയുണ്ട് SM സ്ട്രീറ്റിലെ തിരക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, കച്ചവടമൊക്കെ ഉണ്ട്. ഇതിനെക്കാട്ടി കൂടുതൽ നമുക്ക് വേറെ ഷോപ്പ് ഉണ്ട്, സാപ്പ്. അവിടെ നമ്മളെ ബഷീർ റോഡ് സാപ്പ് അറിയാം ഇല്ല, ഞാൻ പോയി നോക്കാം. ജസ്റ്റ് ഒന്ന് പോയി നോക്ക്, തിരക്കും കാര്യങ്ങളും എങ്ങനെ ഉണ്ട് എന്നൊക്കെയുള്ള ജനങ്ങളെ മൊത്തമായിട്ട് ബോധ്യപ്പെടുത്തും. ബഷീർ റോഡാണ് ഇപ്പൊ കത്തിക്കൊണ്ടിരിക്കുന്നത്. വേറെ തന്നെ സ്റ്റൈൽ കച്ചവടം, വേറെ തന്നെയാണ്. ഓക്കെ സ്റ്റൈൽ കച്ചവടമാണ്. എന്താന്ന് വെച്ചാൽ SM വന്നാലേ ഈ സാധാരണക്കാർക്ക് സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. ബഷീർ റോഡ് പറയുമ്പോൾ കുറച്ച് വലിയൊരു കുറച്ച് റേഞ്ച് ആൾക്കാർക്ക് അതെ അതെ കളക്ഷൻ 2 വ്യത്യാസമുണ്ട്. ഓക്കെ അപ്പൊ ഇപ്പോ 2-3 ഷോപ്പ് ഉണ്ടായിരുന്നു, എല്ലായിടത്തും വന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടുത്തെ പാന്റും കാര്യങ്ങളും എത്ര റേറ്റ്? ഇവിടെയൊക്കെ എന്ന് പറയുന്നുണ്ടെങ്കിൽ 1099, 999, 899. ഓക്കെ അത് നേരെ മറിച്ച് ഓപ്പോസിറ്റ് ബഷീർ റോഡ് ആകുമ്പോൾ കുറച്ചും കൂടി ക്വാളിറ്റി കൂടും. നല്ല ടൈപ്പ് സാധനങ്ങൾ. ഓക്കെ ഓക്കെ സാധനങ്ങളായിരിക്കും. ബ്രോ അപ്പൊ ഞാൻ എന്നാല് പോട്ടെ. ഓക്കെ കാണാം. ഓക്കെ റംസാൻ മുബാറക്. ഓക്കെ ഗൈസ് പിന്നെ ഇവിടെ വൻ തിരക്കായതിനോട് വരയ്ക്ക് ഇവിടെ നടക്കാൻ പറ്റുന്നില്ല. ഒരുപാട് ജനങ്ങൾ വന്നിട്ട്. ബ്രോ എവിടുന്നാ വരുന്നേ? ബീച്ച്. ഓക്കെ അതെ മറന്നുപോയി. അല്ല എന്റെ പേര് നിങ്ങൾക്ക് അറിയില്ല. ആ പറയൂ. യെസ് നമ്മള് പേര് അറിയാം. എന്റെ മോനെ ഹാപ്പി ആണല്ലേ? ഓക്കെ എങ്ങനെയുണ്ട്? ഡ്രസ്സൊക്കെ എടുത്തോ? എടുത്തില്ല. ഇന്നത്തെ വ്ളോഗ് കണ്ടാൽ നിങ്ങൾക്ക് എവിടുന്ന എടുക്കേണ്ടതെന്നുള്ളത് മനസ്സിലാവും. അത്രക്കും വിവരിച്ച് ഞാൻ കാണിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? നല്ല കളക്ഷൻസ് ഉള്ള ഷോപ്പാണ് എൻ്റെ വ്ളോഗിലുണ്ടാവുക. ഹാപ്പി അല്ലേ? അപ്പോൾ ഒരായി പറഞ്ഞോളൂ. ഓക്കെ അവിടെ കുറച്ച് അപ്പുറത്തേക്ക് നിൽക്കുമോ? ഒരു കാര്യം പറയാനാ. അവിടെ നിന്നാൽ മതി. ഓക്കെ യെസ് അതെ അതെ യെസ് ഹാപ്പി അല്ലേ? ഓക്കെ അപ്പോൾ എവിടെ നിന്നോളൂ, ജസ്റ്റ് ഒരു ഹായ് പറഞ്ഞാൽ മതി. ഗൈസ് ഇതാണ് ഇവിടുത്തെ തിരക്കും കാര്യങ്ങളും. ഓക്കെ നിങ്ങൾ നോക്ക് ഗൈസ്, ഈ ഒരു 3 ആളാണ് ഇവിടെ കളറായിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ എന്ത് വിഷമുണ്ടെങ്കിലും അനസ് വ്ളോഗിൻ്റെ പറഞ്ഞാൽ മതി. ഡിസ്കൗണ്ട് ആണെങ്കിൽ ഡിസ്കൗണ്ട്, എന്താണെന്ന് വെച്ചാൽ അനസ് വ്ളോഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കഴിച്ചിലായി. ഓക്കെ ഹാപ്പി അല്ലേ? അപ്പോൾ ഒരായി പറഞ്ഞോളൂ. ഓക്കെ ഞാൻ പോയി എന്നാല് ഗൈസ് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ തിരക്കും കാര്യങ്ങളും. ഇവിടെ വേറെ തിരക്ക്. യെസ് അതോ ആ നല്ല വർത്താനം. ആ നോമ്പ് 27 ഇവിടെ തന്നെ ആണ് സൗദിയില്. ഓക്കെ സൗദിയിൽ എങ്ങനെ ഇപ്പോഴത്തെ കാലാവസ്ഥ? ഇപ്പോഴത്തെ കണ്ടീഷൻ നോക്കാം. ഞാൻ ഇന്നലെ എത്തിയതാ. അവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോ ഞായറാഴ്ച ഞായറാഴ്ച ഉറപ്പിച്ച മതി. ഇവിടെ നോക്കുകയാണെങ്കിൽ തിങ്കളാഴ്ച വരുന്നത്. ഓക്കെ അപ്പോൾ ഒരായി പറഞ്ഞോളൂ. ഓക്കെ ഹാപ്പിയാണ്. ഓക്കെ ഒരു ചെറിയൊരു യൂട്യൂബ് ചാനലായിരുന്നു അനസ് വ്ളോഗ് 21. ഓക്കെ ബൈ. യെസ് അനസ് വ്ളോഗ് 21. ഓക്കെ പബ്ലിക് ആയിട്ടാണ് വ്ളോഗ് എടുത്ത് പോകണം. ഇപ്പോൾ ഈ പെരുന്നാളിലെ തിരക്കാണ് കാണുന്നത്. ഓക്കെ ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഓക്കെ അപ്പോൾ ഞാൻ പോട്ടെ. ഓക്കെ ആ ഫോളോവറാണ്. ഓക്കെ ഹാപ്പി അല്ലേ? ഓക്കെ ഒരായി പറഞ്ഞോ. ഓക്കെ എൻ്റെ മോനെ എമ്മാതിരി തിരക്കുകൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല ഗൈസ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ തിരക്കും കാര്യങ്ങളും. കുടയൊക്കെ ചൂടിയിട്ട് അവിടെ ടീം പോകണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കഷ്ടപ്പാട് ആലോചിച്ച് നോക്കി. ഗൈസ് കണ്ടോ ഒന്നും മര്യാദയ്ക്ക് കണ്ടോ ഗൈസ്? എനിക്ക് ക്യാമറ പോലും മര്യാദയ്ക്ക് വെക്കാൻ കഴിയുന്നില്ല. അമ്മാതിരി തിരക്കാണ് അവിടെ. അമ്മാതിരി തിരക്കെന്ന് വെച്ചാൽ അമ്മാതിരി തിരക്ക്, ഫുള്ള് തിരക്ക് ഗൈസ്. ഇനി നമ്മളെ പ്രിയപ്പെട്ട നമ്മളെ ചെക്കൻ എന്താ ചെയ്യുന്നത് പോയി നോക്കാം നമുക്ക്. എവിടെ 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 നമ്മളെ പ്രിയപ്പെട്ട ചെക്കൻ അവിടെ കാണില്ല. ആ അവിടെ നിൽക്കുന്നുണ്ട് ഗൈസ്. ക്ലാസ് ഇടുന്നത് എപ്പോഴും ഈ മിഠായി തെരുവിൽ ഇന്റെ അത്ര ഗ്രാമറിൽ ആരും ഇല്ല ഇവിടെ. ഫുള്ള് ചാടല്ലേ? സിനിമയിലൊക്കെ ചാൻസ് കിട്ടാൻ വേണ്ടി മാത്രമേ ഞാൻ അഭിനയിക്കുള്ളൂ. സിനിമയിൽ ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് കാണുന്നില്ല. അപ്പോൾ സുരേഷ് ഗോപിയോ ആരെങ്കിലും കണ്ടോട്ടെ, നമുക്കില്ലേ ആ പോലീസുകാരോടൊന്ന് ചോദിച്ചോളാം എങ്ങനെയുണ്ട്. ഓക്കെ സാറേ ഹലോ റംസാൻ മുബാറക് അങ്ങനെ കുത്തിയാൽ മതി. ഓക്കെ അപ്പോൾ ഹാപ്പി അല്ലേ? ഓക്കെ ഗൈസ് സാറ് ഹാപ്പിയാണെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഹാപ്പിയാണോ? ഓക്കെ അപ്പോൾ സിനിമയിൽ കയറും നിങ്ങൾ? സിനിമ എനിക്ക് ക്യാഷ് വേണം. ക്യാഷ് വേണം. എത്ര ക്യാഷ് വേണം? ക്യാഷ് അഡ്വാൻസ് 1 ലക്ഷം രൂപ ഞാൻ ചോദിക്കാം. 1.5 ലക്ഷം ഒരു സിനിമയിൽ കയറാനോ? എനിക്ക് എന്തായാലും ക്യാഷ് വേണം. നമുക്ക് സിനിമയിൽ എന്തെങ്കിലും ചാൻസ് ഉണ്ടെന്ന് പറയട്ടോ. ഇവൻ കറക്റ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇവൻ അടിപൊളിയാണ്. അല്ല ഹാപ്പിയാണ്. അഭിനയിക്കാറ് നല്ലോണം അഭിനയിക്കും. എനിക്ക് ക്യാഷ് കിട്ടലേ അഭിനയിക്കുള്ളൂ. ആണ് ഞാൻ 1 ലക്ഷം രൂപയാണ് അഡ്വാൻസ് ചോദിക്കുന്നത്. സംവിധായകന്മാരുണ്ട് പറഞ്ഞോ അടിപൊളിയായിട്ട് അഭിനയിക്കും. ആണ്. ഓക്കെ എന്നാ ഇവിടുന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു കരയുന്ന ഒരു കാഴ്ച എങ്ങനെ
പറ്റൂല, ഞാൻ പോവാണ്. ആണ് എന്നാ വേണ്ട, നീ കരയില് വേണ്ട. ഇനി ഒന്ന് അവിടുന്ന് ഒന്ന് ഒരു ഒറ്റ സ്റ്റെപ്പ് കളിക്കണം. വാ പറഞ്ഞുതരാം. ഇല്ല, ഓവറാവുന്നില്ല. ഇല്ല, ഒന്ന് ഒരു ഡാൻസ് കളിക്കും. ഒരു ഡാൻസ്. ആ ഓക്കെ. ഈ ഐറ്റം നടക്ക്. ഈ ഐറ്റം ഒരു ഡാൻസ്. എന്ത് കളിയാ? ഞാൻ മാത്രമുള്ള ഐറ്റംസ് ആണ്. ഓക്കെ ഗൈസ്, ഇവര് ഡാൻസ് കളിക്കാന്ന് വെച്ചാൽ ഇവര് സിനിമയിൽ എന്തായാലും കേറും. ഡാൻസ് കളിക്കണവര്. എനിക്ക് സംവിധായകനോട് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഓക്കെ, ഇവിടെ എന്താ ഗൈസ്, ഇവിടെ വൻ വിലക്കുറവാണ്. എടാ നിങ്ങള് എപ്പോഴാ വീട്ടിൽ പോവാ? ഞാൻ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പണി കഴിഞ്ഞാലല്ലേ വീട്ടിൽ പോകാൻ. ഗൈസ്, എപ്പോഴാ പണി കഴിയാന്ന് ചോദിച്ചു നോക്കാം. എപ്പോഴാ പണി കഴിയാ? പെരുന്നാള് സീസൺ ആയതുകൊണ്ട് ഇന്നലെ പോയത് ഞാൻ 3 മണി 4 മണി ആയിരിക്കും. ഇന്ന് രാവിലെ 9 മണിക്കാണ്. അപ്പൊ മിഠായി തിരക്കുണ്ടാവില്ലേ? സീസൺ അല്ലേ എന്റെ മോനെ, തിരക്കായിരിക്കും ഗൈസ്, മൊത്തം തിരക്കായിരിക്കും. പിന്നെ ഞാനാണെങ്കിൽ ഇന്നിപ്പോ 21-ാം ദിവസമല്ലേ, അപ്പൊ നോമ്പൊക്കെ എടുത്തോ. ഇപ്പൊ ഒന്നും കളിക്കാൻ കഴിയില്ല. അപ്പൊ ഞാൻ പോവാട്ടോ. ഇനി ഞാൻ തല കറങ്ങി പോവും. ഞാൻ ഗുളിക വാങ്ങിത്തരാം. ഗുളിക കഴിക്കാം. ഗുളിക വാങ്ങിത്തരാന്ന്. നോമ്പ് തുറന്നിട്ട് നോമ്പ് തുറന്നിട്ട്. അതെ. നിങ്ങളെവിടെ സ്ഥലം? ഞാൻ ചെമ്മാട്. അവിടെ ഉള്ളവർക്ക് ഒരു ആയി പറഞ്ഞോളൂ. ഓക്കെ, ഹാപ്പി അല്ലേ? ഓക്കെ, അപ്പൊ യൂട്യൂബ് ചാനലായിരുന്നു അനസ്ലോഗ് 21. അനസ്ലോഗ് 21. യെസ്. അപ്പൊ ഞാനിപ്പോ വെറൈറ്റി ആഗ്രഹിക്കുകയാണ്. ഞാൻ അന്നക്കാട്ടി ഇപ്പൊ വലിയ യൂട്യൂബിലുള്ള ആൾക്കാർക്ക് എന്റെ അടുത്ത് വരുന്നുണ്ട്. ഞാൻ എന്റെ ആവശ്യമില്ല. ഓക്കെ, എന്നാ ഞാൻ പോയി. ഞാൻ എന്നെ ഫേമസ് ആക്കി. നമ്മളെ തള്ളി പറയും ചെയ്യാ, പിന്നെ പൊക്കി പറയും ചെയ്യാ. എന്താ അത്? എനിക്ക് കുറച്ചും കൂടി ഫേമസ് ആവണമെന്നുണ്ട്. ഞാനിപ്പോ എന്താ ചെയ്യാൻ? എവിടുന്ന് ട്രൗസർ ഇട്ട് 2 ഓട്ടോ ഓടണം? ട്രൗസർ വേണം, വേറെ എന്തെങ്കിലും ആക്കിയാലോ? ഓ, അങ്ങ് മായാമോഹിനി മറ്റോ? മായാമോഹിനി അറിയോ? മായാമോഹിനി അറിയോ? ലൈറ്റ് എടുക്കും. ആണ്. സിനിമയിൽ കയറാൻ ആഗ്രഹമില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ സിനിമയിലൊക്കെ കയറാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആണല്ലേ? ഈ സിനിമക്കാരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാൾക്ക് ഒരു ചാൻസ് വേണോ? എന്തെങ്കിലും ഒരു ചാൻസ് വരും. നമ്മൾ എന്തായാലും അടിപൊളിയാക്കും. എല്ലാം എടുക്കും. ഓക്കെ, എന്ത് റോൾ ഉണ്ടെങ്കിലും വിളിച്ചോ. ഇത് മോഹൻലാലോ മമ്മൂട്ടിയോ ഏത് സുരേഷ് ഗോപിയോ ആരൊക്കെ കാണുന്നെങ്കിലും വിളിച്ചോ. എല്ലാം എടുക്കും. ഓക്കെ, എടുക്കൂലേ? പിന്നെ എന്ത് ചോദ്യമാണ്? നല്ല രസമുണ്ട്. അടിപൊളി. നല്ല ആക്ടിങ് എല്ലാം അഭിനയിക്കാനുള്ള. ഓ, അടിപൊളിയാ. പാട്ട് പാടും, ഓടും, ചാടും, എല്ലാം ഇട്ടെടുക്കും. എത്ര ഇറക്കാണ്ട്. നമ്മൾ രണ്ടാളും എന്തെങ്കിലും റോള് മതി. ഒന്ന് സിനിമയിൽ എന്തെങ്കിലും ഒരു റോൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ചെയ്യും. സൂക്ഷിച്ച് നോക്കൂ. ഒന്ന് ചിരിച്ചു ഗൈസ്. ഓക്കെ, ഇനി ഞാൻ പോട്ടെ. ഓക്കെ, ഒരായി പറഞ്ഞോ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഇന്ന് SM സ്ട്രീറ്റ് തുടങ്ങാൻ പോവാണ് കാഴ്ചകൾ. അപ്പോൾ ഗൈസ്, ഇന്ന് ആ തല വരെ നടക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് നോമ്പിൻ്റെ 27ാമത്തെ ദിവസവും. ഞാൻ ബാഗൊക്കെ ഇട്ടിട്ടാണ് വന്നത്. സംഭവം ഒന്ന് കളറായിക്കോട്ടെ വിചാരിച്ചിട്ട്, ഒന്ന് ഫ്രെയിമിലൊന്ന് ഓക്കെ ആയിക്കോട്ടെ. എന്താണെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ കാണണമല്ലേ, അപ്പോൾ ഒന്ന് ഫ്രെയിമൊക്കെ ഒന്ന് ഓക്കെ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ബാഗൊക്കെ ഇട്ട് വന്നത്. അപ്പോൾ നമ്മളിങ്ങനെ അങ്ങോട്ട് ആ തല വരെ പോവാ. ആ തല എന്ന് പറഞ്ഞാലും ഗൈസ്, കോഴിക്കോട് മുട്ടായി തെരുവത്തെ ഒരു അടിപൊളി അലുവയാണ് ഇപ്പോൾ. ഗൈസ്, നമുക്ക് ഒരു അടിപൊളി അലുവ ഇവിടെ പരിചയപ്പെടാൻ വേണ്ടി പോവാണ്. കോഴിക്കോട് മുട്ടായി തെരുവിലാണ് ലൊക്കേഷൻ വരുന്നത്. ഫുള്ള് അടിപൊളി അലുവയാണ്. അപ്പോൾ ഈ നോമ്പൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ അലുവ കൊടുക്കൂലേ? ഉറപ്പല്ലേ? ഓക്കെ, നിങ്ങളുടെ പേരെന്താ? മൻസൂർ. എങ്ങനെയൊക്കെ ഉണ്ട് അലുവൻ്റെ ഒരു സ്പെഷ്യൽ? എങ്ങനെയൊക്കെ വരുന്നത്? റേറ്റ് വരുന്നത് കിലോ 300 ഉണ്ട്, 200 ഉണ്ട്, 160 ഉണ്ട്. ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ടേസ്റ്റ് ആണ്? ഗോതമ്പിന്റെ ഉണ്ട്, ഇളനീരിന്റെ ഉണ്ട്, മിക്സഡ് ഫ്രൂട്ട് ഉണ്ട്, പിന്നെ ഡ്രൈ ഫ്രൂട്ടിന്റെ ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, പിന്നെ ബ്ലാക്ക് അലുവ ഉണ്ട്, പാഷൻ ഫ്രൂട്ട് ഉണ്ട്, അങ്ങനെ ഓരോരോ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരായി പറഞ്ഞോളൂ. ഓക്കെ, ഇത് മുട്ടായി തെരുവിലാണ്. മുട്ടായി തെരുവിലാണ്. ഓക്കെ ഗൈസ്, അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ വരുന്നത്. ഗൈസ്, അങ്ങനെ ഞാൻ ഇവിടുന്ന് പോവാണ്. ഫുള്ള് തിരക്കും കാര്യങ്ങളും. ഇഷ്ടം പോലെ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിനോട് എവിടുന്നൊക്കെയുള്ള ആൾക്കാരെ വരുന്നത് നിങ്ങൾക്കൊന്ന് വന്നാലും ഇവിടുത്തെ അവസ്ഥ മനസ്സിലാവുള്ളൂ. അത്രയും തിരക്കാണ്. ഇനി നമ്മൾ പോകാൻ പോണത് നമ്മളെ ഒരു പ്രിയപ്പെട്ട കുറച്ച് ബഷീർ റോഡിലുള്ള സ്ഥലമുണ്ട്. ഇതാണ് നമ്മൾ ബഷീർ റോഡ് വരുന്നത്. എങ്ങനെയുണ്ട് ബഷീർ റോഡിലെ തിരക്ക്? അടിപൊളിയാണ്. ഭയങ്കര തിരക്കാണ്. അപ്പോൾ നിങ്ങൾ നേരെ ബാക്കിൽ അവിടെ ഒരു സാപ്പ് എന്ന് പറഞ്ഞ കട ഉണ്ടോ? നിങ്ങൾ അതവിടെ കണ്ടോ? അത് അതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ?
അവിടെയാണ് നല്ല കളക്ഷൻസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പർച്ചേസ് ഈ ഷർട്ടൊക്കെ ഇടുന്നെടുത്ത് SM-ൻ്റെ ഉള്ളിൽ നിന്ന് അവിടെ നല്ല അടിപൊളി കളക്ഷൻ വന്നാണ്. അവിടെ ഒന്ന് കയറി നോക്കിയാൽ നിങ്ങൾക്ക് വിശദമായി മനസ്സിലാവും. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവരോടും റംസാൻ മുബാറക്ക്. ഗൈസ്, ഇതാണ് നമ്മുടെ ബഷീറിൻ്റെ റോഡ് വരുന്നത്. ബഷീർ എന്ന് പറഞ്ഞാൽ ഒരാളാണെന്ന് തോന്നുന്നു. അതിനോടായിരിക്കും അയാളെ പേരിൽ ഒരു റോഡ് ഇവിടെ ചെയ്തത്. അപ്പോൾ നമുക്കില്ലേ ഇന്ന് നമ്മൾ കയറാൻ പോണത് നമ്മളെ സാപ്പ് എന്ന് പറഞ്ഞ ഷോപ്പിലാണ്. ഗൈസ്, ഒന്ന് കയറി നോക്കാം എന്താ സംഭവിക്കുന്നത് നോക്കാം. വൻ തിരക്കുകൾ. എങ്ങനെയുണ്ട്? ഓ, ഹാപ്പി അല്ലേ? എങ്ങനെയുണ്ട് കാര്യങ്ങൾ? റാത്താണ്. ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് പെരുന്നാളിൻ്റെ ഒരു തിരക്ക് കണ്ടുകൊണ്ടിരിക്കുക. സാപ്പ് എന്ന് പറഞ്ഞ ഷോപ്പാണ്. ഇത് മുതലാളിയാണ്. ഇതാരാണ്? ഇത് മുതലാളി. 2 മുതലാളി ഒരു ഷോപ്പിനോ? എന്താ ഇത്? നിങ്ങളെ മാതിരിയൊക്കെ ആയാൽ മതി. ഇനി ആണ് ഇനി മുതലാളി. ഓക്കെ, എത്രാമത്തിനുള്ളത് മുതലാളി? എത്ര? ഞാൻ 5ാമത്തെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറച്ച് മുതലാളികൾ കുറവുണ്ടല്ലോ. ഇത് തൊഴിലാളിയാണ് ആണല്ലേ? ഓക്കെ, അപ്പോൾ ഒന്ന് മുകളിൽ പോയാക്കട്ടെ. ആ, ഒന്ന് പാടും. യെസ്, പാട് നോക്കൂ. ചിലപ്പോൾ സിനിമയിലെടുത്താലോ? ചിലപ്പോ അല്ലേ? ആ, പാട്ട് പാടാറില്ല. അറിയില്ല. നിങ്ങളെന്താ മാസ്ക് ഇട്ടിരിക്കുന്നത്? മാസ്ക് പൊടി. ഓക്കെ, നിങ്ങളോ? പൊടിയായിട്ടാണല്ലേ? ഓക്കെ, ഹാപ്പിയാണ്? ഓക്കെ, അപ്പോൾ തിരക്കൊക്കെ എങ്ങനെയുണ്ട്? നല്ല തിരക്കാണ്. ഇങ്ങനെയൊക്കെ മോഡലാണ് ആണല്ലേ? ഓക്കെ, ഒരിക്കാനില്ലേ? കാണിച്ചു കൊടുത്താലും എടുത്തരുന്ന ആൾക്കാരാണ് ആണല്ലേ? ഓക്കെ, എന്നാ അതൊന്നും എടുക്ക്. അത് ആ, അതെ, അതാ അപ്പുറത്തും. യെസ്, അതാ അതും. യെസ്, ഇതാതും. യെസ്, ഇത്രയൊക്കെ പണിയെടുക്കൂലേ? കസ്റ്റമർ എങ്ങനെയാ ഇവിടെ? ആണല്ലേ? ഇത് മൊത്തം കസ്റ്റമർ അല്ലേ? ഓക്കെ, ഇതിൽ സ്റ്റാഫുകള് ആണല്ലേ? ഓക്കെ, എവിടുന്നൊക്കെ ഉള്ള കസ്റ്റമർ വരുന്നത്? കസ്റ്റമർ നമുക്ക് കേരള കസ്റ്റമർ ആണല്ലേ? തമിഴ്നാട് വരുന്നുണ്ടോ? തമിഴ്നാടും വരുന്നുണ്ട്. ഓക്കെ, ഓൾ ഇന്ത്യ ഡെലിവറി വരെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇൻസ്റ്റയിൽ പേജ് ഉണ്ട് സാപ്പ് ക്ലോത്തിന്. ആണല്ലേ? നമ്മൾ അതിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി വരുന്നുണ്ട്. ഗൈസ്, അങ്ങനെ ഞാൻ സാപ്പിന്റെ ഇപ്പൊ മുകളിലത്തെ ഫ്ലോറിലാണ് ഉള്ളത്. അപ്പൊ അതാണ് മുകളിലത്തെ ഫ്ലോർ വരുന്നത്. അപ്പോൾ ഇവിടെ ഉള്ള കളക്ഷൻസ് ആണ് ഇനി കാണാൻ പോണത്. എങ്ങനെയുണ്ട് ഇവിടുത്തെ കാര്യങ്ങള്? ഇവിടുത്തെ കളക്ഷൻസ് അത്യാവശ്യം ഫുൾ ഇമ്പോർട്ടഡ് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. മൊത്തത്തിൽ ഈ സാധനങ്ങളൊക്കെ ഫുൾ ഇമ്പോർട്ടഡ് ആണ്. ഇതായിട്ട് മെയിനായിട്ട് ഫുൾ ഇമ്പോർട്ടഡ് കാര്യങ്ങളാണ് മുകളിലേക്ക് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ റേറ്റും കാര്യങ്ങളും എങ്ങനെയായിരുന്നു? റേറ്റ് കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ കുറവാണ്. മൊത്തത്തിൽ വെക്കുകയാണെങ്കിൽ. അപ്പോൾ ഇവിടുത്തെ സൈസും കാര്യങ്ങളും എങ്ങനെ? സൈസ് എങ്ങനെ? സൈസ് എല്ലാ സൈസും ഉണ്ട്. S മുതൽ XXL, 3XL, 4XL എല്ലാ സൈസും വരും. എല്ലാ സൈസും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു നല്ല പീസ് കാണിക്കാൻ പറ്റുമോ? അതിനെന്താ അത് ഇമ്പോർട്ടൻറ്റ് ആണല്ലേ? ഓക്കെ ഗൈസ്, ഇപ്പം നിങ്ങൾ കാണുന്നത് ഇവിടുത്തെ സാപ്പത്തെ കളക്ഷൻസ് ആണ്. ഫുൾ ഇവിടെ ഏറ്റവും ബഷീർ റോഡിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉള്ള ഷോപ്പ് നമ്മൾ തന്നെയാണ്. സ്പേസും ഉണ്ട് അത്യാവശ്യം. നമ്മളെ ഓക്കെ, പുതിയ കളക്ഷൻ മെയിൻ ആളാണ്. ഓക്കെ, പുതിയ കളക്ഷനാണ്. ഓക്കെ ഇമ്പോർട്ടഡ് കാര്യങ്ങൾ ഗൈസ്, ഇത് മൊത്തം ഇമ്പോർട്ടഡ് ആണ്. ആണല്ലേ ഗൈസ്, ഇത് റാപ്പറാണ് കേട്ടോ. അപ്പോൾ വന്ന ഒരു പാട്ടൊക്കെ പാടിയത് പാട്ട് പാടി കൊടുക്കൂല്ലേ? ഓക്കെ, അപ്പോൾ ഗൈസ് ഒരുപാട് ആൾക്കാർ അവിടെ ഉള്ളത്. ഡ്രസ്സ് ഇങ്ങനെ എടുത്തോണ്ടിരിക്കുക. ഡ്രസ്സ് എടുത്തോ? പേടിച്ചു പോയി ഗൈസ്. പിന്നെന്താ ഇവിടെ ഫുള്ള് ആൾക്കാരാണ്. ഇന്ത്യ മോനെ, ഇതൊക്കെ എങ്ങനെയുണ്ട്? ഡ്രസ്സ് എങ്ങനെയുണ്ട്? സടക്ക് ആണല്ലേ? ഓക്കെ, അപ്പോ അങ്ങനെയൊക്കെയാണല്ലേ കാര്യങ്ങള്? ഓക്കെ, ഉസ്താദോ? കാപ്പാട് ഉസ്താദ്. ഗൈസ്, കാപ്പാട് ഉസ്താദിന്റെ ഒരു രൂപം നോക്ക് ഗൈസ്. നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ കമന്റ് ചെയ്തോ. അതാണ് കാപ്പാട് ഉസ്താദ്. ഓക്കെ, ഇതാണ് കാപ്പാട് ഉസ്താദ്. ഓക്കെ, ഞാൻ പോയി. എന്നാല് ഓക്കെ ഗൈസ്, ഞാൻ പോട്ടെ. ഓക്കെ ഗൈസ്, അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ വരുന്നത്. ഇനി എന്താ ആണല്ലേ? ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ ഒരു ദിവസം വരും. ഓക്കെ, അങ്ങനെ നമ്മൾ പോവാണ്. ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ കേറിക്കൊണ്ട് നിൽക്കുക ഗൈസ്. മോനെ ഈ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ വേറെയും സെക്ഷൻ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് നമ്മളെ സാപ്പത്തെ വേറെ കളക്ഷൻസ്. അപ്പോൾ ഇവിടെ എങ്ങനെ കാര്യങ്ങൾ? ഫുൾ ഹാഫ്
പിന്നെ ഫുൾ സ്ലീവിൽ പിന്നെ കോട്ടറി വരുന്നുണ്ട്, പിന്നെ ഡെനിമി വരുന്നുണ്ട്, എല്ലാ ടൈപ്പും വരുന്നുണ്ട്, പിന്നെ ഷോർട്സ് വരുന്നുണ്ട്, അങ്ങനത്തെ ടൈപ്പൊക്കെയാണ്. അങ്ങനത്തെ ടൈപ്പ്. ഓക്കെ, പേരെന്താ? ഫാമിഷ്. ഒരു ആയി പറഞ്ഞോ. ഓക്കെ, അപ്പോൾ ഗൈസ് ഇവിടുത്തെ കാര്യങ്ങൾ അങ്ങനെയാണ്. ഇനി നമ്മൾ നേരെ അടിയത്തെ ഫ്ലോറിലേക്കാണ്. അപ്പോൾ ഇവിടെ ക്രൗഡ് നോക്ക് ഗൈസ്. ഇവിടെ ഫിറ്റിംഗ് റൂം വരെ ഇല്ലായിട്ടാണ്. അല്ല, ഫിറ്റിംഗ് റൂം ഉണ്ട്, പക്ഷേ അത്രക്കും ജനങ്ങളുണ്ടായിട്ട് അവിടെ ഫിറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. മൊത്തം വിഷയമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ തിരക്കും കാര്യങ്ങളും വരുന്നത്. ഇതാണ് നമ്മളെ ഷോപ്പ്, ബഷീർ റോഡിലെ ലൊക്കേഷൻ. ഫുള്ള് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇപ്പോൾ തീയായിട്ട് കത്തിച്ച് കസ്റ്റമേഴ്സ് നിറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെയാണ് ബഷീർ റോഡിലെ ഷാപ്പിൻ്റെ കളക്ഷൻസ് വരുന്നത്. ഷാപ്പ് എന്ന് പറഞ്ഞ ഷോപ്പാണ്, ആരും മറന്നുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇത് പറയാന്ന് വെച്ചാൽ എന്തായാലും ഡിസ്കൗണ്ട് കൊടുക്കണം. കൊടുക്കൂലേ? ഓക്കെ, അപ്പോൾ എന്നാൽ നമ്മൾ പോലെ. ഓക്കെ ഗൈസ്, അങ്ങനെ ഇവിടുന്ന് വിടറിഞ്ഞ് പോവാണ്. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? ഡ്രസ്സൊക്കെ എടുത്തോ? ഇത്ര പെട്ടെന്നോ? ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ഡ്രസ്സ് എടുക്കണമെങ്കിൽ ഇന്നത്തെ വീഡിയോ കണ്ടാൽ മതി. SM അല്ല, ബഷീർ റോഡ് കത്തു. ഒരായി പറഞ്ഞോ. ഹലോ ഗൈസ്, പെരുന്നാളിൻ്റെ തിരക്ക് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? SM ഒക്കെ എങ്ങനെയുണ്ട് തിരക്ക്? പോയിട്ടില്ല, പോവാൻ പോവാ. ഓക്കെ, എന്താ എപ്പോഴും ചിരിക്കും? ആണല്ലേ? ആണ്. ഓക്കെ, ഏതാ ചാനല്? ആണ്. ഓക്കെ, പ്രശ്നമില്ല. ചിരിക്കണം, ചിരിക്കേണ്ട സമയത്ത് ചിരിക്കണം, അപ്പൊ കരയേണ്ട സമയത്ത് കരയണം. കരയിലും ഉണ്ട്. ഓക്കെ, ഇന്ന് കരഞ്ഞിനോ? ഇന്നലെ കരഞ്ഞു, ഇന്ന് ചിരിക്കുക. ഓക്കെ, എങ്ങനെ റൊട്ടേഷൻ ചെയ്യണോ? അപ്പോൾ ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ SM പോയിട്ട് നമ്മളെ പേജ് പറയണോ, അനസ് വ്ലോഗ് 21. നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ടാവും ഡ്രസ്സ് എടുക്കണമെങ്കിൽ. ഓക്കെ, ഹാപ്പി അല്ലേ? അപ്പോൾ ഒരായി പറഞ്ഞോ. ഞാനങ്ങനെ ഇപ്പോൾ പോയി 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 ഇപ്പോൾ ഒരു കാറിലാണുള്ളത്. ഇപ്പോൾ നമ്മൾ കാറിലാണ്. നമ്മളെ സബ്സ്ക്രൈബേഴ്സാണ് ഇത് മൊത്തം. എവിടെ സ്ഥലം? കരുവമ്പയിൽ. എല്ലാവരും ഒരേ സ്ഥലം. എല്ലാവരും ഒരേ സ്ഥലം. പേരെന്താ? പിങ്കു. പിങ്കു. റമീസ്. ഓക്കെ, കുഞ്ഞോൻ. അനസ്. ഓക്കെ, അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്തോ? എടുത്തില്ല, എടുക്കണം. ഓക്കെ, അപ്പോൾ ഡ്രസ്സ് എടുക്കാന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ മസ്റ്റ് നിങ്ങൾ വാച്ച് ചെയ്യണം. എന്നാലും നിങ്ങൾക്ക് നല്ല കളക്ഷനുള്ള ഷോപ്പുണ്ട്. തീർച്ചയായിട്ടും, അതുകൊണ്ടാണ് പറയുന്നത്. എല്ലാവരും യൂട്യൂബിൽ വരിക. യൂട്യൂബിൽ നമ്മൾ കത്തിക്കും. ഓക്കെ, അപ്പോൾ ഒരു പാട്ട് പാടാന്ന് വെച്ചാൽ സിംഗർ. ഓക്കെ, ഒരു പാട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ട് പാടാൻ പറ്റിയ പാട്ട് പാടൂ. ഇതിലാരേനി? കുഞ്ഞോനാരേനി? കുഞ്ഞോന്റെ ഒരു പാട്ടാ വേണ്ടിയത്. കളിക്കല്ലേ? അനസിന് പാടാൻ കഴിയോ? ഇല്ല. കഥ അതാ പ്രസംഗമായാലും മതി. രാത്രി നടക്കും, ഇപ്പൊ പറ്റൂലല്ലോ, പകലല്ലേ? ആണല്ലേ? പകൽ വെച്ചത്തില് പറയാൻ പറ്റൂല. അപ്പൊ അങ്ങനെയൊക്കെയാണെങ്കിൽ ഗൈസ് നിങ്ങൾ കേട്ട മാതിരി തന്നെ കാര്യങ്ങൾ. അപ്പൊ ഞാനിപ്പോ കാറിലുള്ളത്. അപ്പോൾ ഇനി അടുത്തത് എന്താണെന്നൊന്നും അറിയില്ല. അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. മാക്സിമം ലൈക്ക് അടിക്കാം. കത്തുമല്ലേ? എല്ലാവരും യൂട്യൂബിൽ വരിക. ഓക്കെ, ഗ്ലാസ് ഒക്കെ ഒന്ന് ഇട്ട് ഒന്ന് കളർ ആയിക്കോട്ടെ. ഇത് ഏതാ മോഡൽ ഗ്ലാസ്? 1998. ആ കാലം പഴക്കമുണ്ട്. ഓക്കെ, ഇതെങ്ങനെ തലമുറ ആയിട്ട് വരാം? ആണല്ലേ? ഓക്കെ ഗൈസ്, ഇപ്പൊ നമ്മൾ അരയെടുത്ത് പാലം ഇങ്ങനെ കയറിക്കൊണ്ട് നിൽക്കാം. ആണല്ലേ? ഓക്കെ, അപ്പൊ ബാക്കില് റമീസ്, നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുള്ളത്? കഴിവുള്ള ഇവിടെ പറയാൻ പറ്റൂല. ആണ്, പറയൂ, മടിക്കണ്ട, പറയൂ. അങ്ങനത്തെ ഒരു കളിയാണ്. ആണ് അന്തേരിയിലത്തെ ഡോണ. ആണല്ലേ? ഓക്കെ, നിങ്ങളോ? ഓക്കെ, അപ്പൊ നോമ്പൊക്കെ ഇല്ലേ? റമദാൻ മാസമായിട്ട്. അപ്പൊ ഇന്ന് എത്രാമത്തെ നോമ്പാ? 27. ഇന്ന് 27. അതെങ്ങനെ ഉറപ്പിക്കുക? ഞങ്ങൾ 27 നോറ്റിക്കണേ. ഞങ്ങൾ 127. ആണോ? ഉറപ്പിക്കാവോ? കൺഫേം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ട്രെൻഡിങ് കിടക്കുന്ന പാട്ട് പാടാൻ പറ്റുമോ? അനന പാച്ച് തേൻ തേൻ തേൻ, അത് കിട്ടും. ഞങ്ങൾ ദീന്റെ വഴിക്ക് പോകുന്ന ആളാണ്. ഗൈസ്, കുഞ്ഞോൻ പാട്ട് പാടുന്നുണ്ട് യഹയു എന്ന് പറഞ്ഞിട്ട്. പാടൂല? എന്നാ ഒരു നല്ലൊരു ദീനീപരമായ പാട്ട്. അറിയൂല? ഒന്നും അറിയില്ല. സത്യം പറഞ്ഞാൽ പാട്ട് പാടാൻ അറിയാം. ഞങ്ങള് സെറ്റ് വെച്ചത്. ആണല്ലേ? സെറ്റ് വെച്ചത്. ആണ്.
ആരാണ്? ഒന്ന് ഇനി കരുമ്പോഴേക്ക് വന്ന ആളെ തരും. അവന്റെ പേരെന്താ? കോട്ടുവിന് ഒരു ഹായ് പറഞ്ഞോളൂ. ഞങ്ങൾ അറിയണ്ടി അല്ല നിങ്ങൾ പറഞ്ഞോളി. കോട്ടു ഒരു ഹായ്. ഓക്കെ, കോട്ടുവിന് എന്താ കഴിവുള്ളത്? ആണല്ലേ? എല്ലാ സൈസ് പരിപാടിയും. ഓക്കെ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഇത്ര തന്നെ വീഡിയോസ് ഉള്ളൂ. വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയും ജനങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്താണ്. ഓക്കെ, ബൈ.